നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായിരിക്കും. ഇന്ത്യ മുന്നണിയിലെ സംയുക്ത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ വാരണാസി സുപ്രധാനമായി തന്നെയാണ് സമാജ്വാദി പാർട്ടി കണക്കാക്കുന്നത്. സീറ്റ് ഷെയറിംഗ് പ്രകാരം വാരണാസി സമാജ്വാദി പാർട്ടിയിലേക്ക് തന്നെ ആയിരിക്കും മാറുന്നത്. BSP മാത്രമാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാത്തത്. അവർ മാത്രമായിരിക്കും വാരണാസിയിൽ BJPയെ സഹായിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞ തവണ ശാലിനി യാദവിന് ഏകദേശം 1,90,000 വോട്ടുകൾ ലഭിച്ചിരുന്നു. അവരെ പരാജയപ്പെടുത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന് ലഭിച്ച വോട്ട് 6,74,000 ആയിരുന്നു. അതായത് 4,79,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി ജയിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചിരുന്നു. അദ്ദേഹത്തിന് 1,50,000-ലധികം വോട്ടുകൾ കിട്ടിയിരുന്നു. ഇക്കുറി കോൺഗ്രസ് സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കും എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അതിശക്തമായി തന്നെ നരേന്ദ്രമോദിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് മാറും. ഭൂരിപക്ഷം കുറയ്ക്കുകയോ നല്ല രീതിയിൽ തന്നെ ഒരു മത്സരം കാഴ്ചവെക്കുകയോ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും സമാജ്വാദി പാർട്ടി അവിടെ മത്സരിക്കുന്നത്. നമുക്കറിയാം, വാരണാസിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും BJPക്ക് വലിയ വിജയമായിരുന്നു എങ്കിൽ പോലും അവിടെയൊക്കെ രണ്ടാം സ്ഥാനത്തെത്തിയ സമാജ്വാദി പാർട്ടിയാണ്. സമാജ്വാദി പാർട്ടിക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ വളരാൻ കഴിയുന്നുണ്ട്. പല മേഖലകളിലും, ഗ്രാമീണ മേഖലകളിലും അതുപോലെ നഗര മേഖലകളിലുമൊക്കെ കൃത്യമായി പരിശോധിച്ചാൽ അവിടെയൊക്കെയുള്ള വോട്ട് ഷെയറിൽ ഉള്ള വ്യത്യാസം നമുക്ക് നോക്കിയാൽ അറിയാം. വളരെ കുറവായിരുന്ന സമാജ്വാദി പാർട്ടി വോട്ടുകൾ ഗണ്യമായി വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സമാജ്വാദി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നാളുകളിലൊക്കെ പ്രധാനമന്ത്രി മോദിക്കെതിരെ മത്സരിക്കുമ്പോൾ അത് കൃത്യമായും ഒരു സന്ദേശം തന്നെയാണ്. സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഐതിഹാസികം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തെ മത്സരം പോലെ ആയിരിക്കില്ല ഇക്കുറി നരേന്ദ്രമോദിക്കെതിരെ സംയുക്ത സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ തീർച്ചയായും അത് വലിയൊരു എഫക്റ്റിലേക്ക്, ഒരു മാസ് എഫക്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത്. ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകളിൽ ഒരു ലോക്സഭാ സീറ്റ് തന്നെയാണ് വാരണാസി. നിരവധിയായ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലം തന്നെയാണ്. പ്രത്യേകിച്ചും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വികസന മുരടിപ്പും അതുപോലെ തന്നെ നിരവധിയായ പ്രാദേശിക വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ച് വോട്ട് പിടിക്കാനാണ് സമാജ്വാദി പാർട്ടി ശ്രമിക്കുന്നത്. ഏതായാലും സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ അവരുടെ ജീവിതത്തിൽ, അവരുടെ ചരിത്രത്തിൽ തന്നെ കിട്ടിയ ഒരു നിമിഷമായിരുന്നു. അത് വർദ്ധിപ്പിക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള തീരുമാനം എന്നത്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ആലോചനയിലാണ് സമാജ്വാദി പാർട്ടി.